നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ, ഞാനൊരു 30 ഡേയ്സ് എനിക്കറിയത്തില്ല എന്താവുന്നു 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പം ഇങ്ങനെ ചാലഞ്ച് ഒന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ്. കാരണം ഞാൻ ജമ്മു കാശ്മീരിലോട്ട് വന്ന സമയത്ത് നമ്മൾ അന്ന് നല്ല ക്ലൈമറ്റ്, നല്ല ചൂടൊക്കെ ഉള്ള ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ പോകാൻ പറ്റും. നടന്നിട്ടൊക്കെ വരുമ്പോൾ നന്നായിട്ട് സ്വെറ്റ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യും. പിന്നെ ഞാൻ യോഗയ്ക്ക് പോകുന്നുണ്ടായിരുന്നു, വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ആവും. അപ്പോൾ എനിക്ക് നന്നായിട്ട് എൻ്റെ വെയിറ്റ് ലോസ് ആയായിരുന്നു. എൻ്റെ വെയിറ്റ് കുറഞ്ഞായിരുന്നു, ഫാറ്റ് കുറഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം വിൻ്ററാണ്, ഇപ്പം കഴിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ നടക്കാൻ വൈകിട്ട് പോയെന്നാലും ഒട്ടും സെറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വണ്ണം പിന്നെയും വെച്ചു. അപ്പോൾ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റേ അല്ല എനിക്കുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യാമെന്ന്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല, എത്ര ദിവസം ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇപ്പം ഞാനൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയും കൂടെ ചെയ്താൽ എൻ്റെ മനസ്സ് പറയാൻ ഞാൻ വീഡിയോ ഇട്ടല്ലോ, അങ്ങനെയെങ്കിലും എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ ഇത് ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് ഞാൻ അതിനായിട്ട് എനിക്ക് ഡയറ്റ് പ്ലാനോ ഒന്നുമില്ല. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനിത് സക്സസ് ആവുമെന്ന് നോക്കാൻ പോവാം. അപ്പോൾ എൻ്റെ വെയിറ്റ് എനിക്ക് ഹെൽത്തി അല്ല, അതെനിക്കറിയാം. എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അല്ല എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കുറയ്ക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഉള്ള വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഇന്ന് മാത്രമല്ല, ഇനിയുള്ള 30 ഡേയ്സ് ചാലഞ്ചാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 30 ഡേയ്സ് ഞാൻ ചെയ്യും. അപ്പം ഇതിങ്ങനല്ല ചെയ്യുന്നതെന്ന് ആരും പറയില്ല, കാരണം എനിക്കറിയാത്ത കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്കെന്നല്ല, എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിക്കും, ഇപ്പം നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിചാരിക്കും, അതായത് നമ്മളൊരു 10 ദിവസം ചെയ്യും, പിന്നെ അങ്ങോട്ട് പോകാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഈ കാര്യം എനിക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെച്ചൊരു വീഡിയോ ഇട്ടിട്ട്, അപ്പം ഞാൻ എന്തായാലും അതിന് ഒരു കോൺഷ്യസ് ആവുമല്ലോ, ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങി, ഇനിയിപ്പം ചെയ്തില്ലെങ്കിൽ നാണക്കേടാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ചാലഞ്ച് നിങ്ങളും കൂടെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അങ്ങനെ രാവിലെ ഞാൻ നടക്കാൻ ഇറങ്ങി. നല്ല തണുപ്പും കൂടാണ്. വെളുപ്പിനൊന്നും അല്ല കേട്ടോ. ഇവിടെ 8 മണിയായി. ഇവിടെ നേരം വെളുക്ക ഇപ്പം 8 മണിയാവും. അങ്ങനെ വെറും വയറ്റിൽ നമ്മളൊരു ആഷ് ഗാർഡ് ജ്യൂസ്, അതായത് നമ്മുടെ നെയ്ക്കുമ്പളങ്ങ ഉണ്ടല്ലോ, അത് കുടിച്ചാണ് തുടങ്ങുന്നത്. ഞാനൊരു ആഷ് ഗാർഡ് ജ്യൂസ് കുടിച്ച് ഞാൻ എൻ്റെ ഈ ദിവസം തുടങ്ങുന്നു. ഒരു കയപ്പും ഇല്ലോട്ടോ ഇതിന്. സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ സാധാരണ ഒരു കയർപ്പൊക്കെ കാണത്തില്ല. ഇതൊന്നുമില്ല, നമ്മൾ പച്ചവെള്ളം കുടിക്കുന്ന പോലെ ഉള്ളൂ. നിങ്ങൾ ആദ്യമേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് എന്താ പറയുക, പച്ചക്കറിയുടെ ഒരു ഇത് വരും, അല്ലാതെ വലിയ രുചി വ്യത്യാസമൊന്നുമില്ല. കാരണം നമ്മൾ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു രുചി വ്യത്യാസമില്ല. ആദ്യം തൊട്ട് കുടിച്ചു നോക്കുക, ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ആസ്മയോ മറ്റ് കോൾഡൊക്കെ ഉള്ളവർ കുടിക്കണം, കാരണം ഇത് നമ്മുടെ ബോഡിയെ കൂൾ ചെയ്യുകയോ ചെയ്യുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ ഏറ്റവും നല്ല ബോഡി ഡീറ്റോക്സ് ചെയ്യാനായിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ആഷ് ഗാർഡ് ജ്യൂസ്. അപ്പോൾ ഓക്കെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 2 ചപ്പാത്തിയും കുറച്ച് പനീർ ഭുജിയാണ് എടുത്തത്. രാവിലെ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അതിൻ്റെ അതായത് ഒരു ചപ്പാത്തി കഴിക്കും. പിന്നെ അതേ ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തിയും പിന്നെ കണ്ടോ പയറ് തോരനാണ് ഞാൻ വെച്ചത്, പയറ് കറി. അത് സ്പ്രൗട്ടായിട്ട് കഴിക്കാം, അതായത് നമ്മൾ മുളപ്പിച്ച് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ തോരനായിട്ടും കഴിക്കാം. ഞാൻ ഇന്നിപ്പോൾ തോരനായിട്ടാണ് എടുത്ത്, വേറെ ദിവസം ഞാൻ കാണിക്കാം സ്പ്രൗട്ട് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തിയും പയറ് കറിയും കഴിച്ചു. പിന്നെ ഞാൻ ശീലിക്കാൻ തുടങ്ങിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതും ചൂടുവെള്ളം കുടിക്കുന്നത് ഫാറ്റ് ബേൺ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ഒട്ടും പാലിക്കാതിരുന്നൊരു കാര്യമാണ് ഞാൻ. വെള്ളം കുടിക്കത്തേ ഇല്ലായിരുന്നു. ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ചൂടുവെള്ളം കുടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ അത് സഹായിക്കും കേട്ടോ. ഇപ്പം ഞാൻ അതും ശീലിച്ചു തുടങ്ങി. വെള്ളമാണ് നമ്മുടെ ബോഡിക്കും സ്കിന്നിനും എല്ലാ ഹൈഡ്രേഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 5 മണിയായപ്പം വൈകയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോയി. അങ്ങനെ കുഞ്ഞിന് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയിട്ട് ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തു കേട്ടോ, ചുമ്മാ. ഇതാണ് അവളുടെ ഡാൻസിൻ്റെ ട്യൂട്ടർ. രാവിലെ എക്സസൈസ് ചെയ്യാനുള്ള മടി കൊണ്ട് വൈകിട്ട് കുറച്ച് നേരം, ഒരു അരമണിക്കൂർ, കാരണം എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇത് സ്വിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അരമണിക്കൂർ വെച്ചു എനിക്ക് 2 ഡമ്പൽ, അതായത് ഒരു 1 kg വെച്ചിട്ട് ഉള്ള 2 ഡമ്പൽ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നാളുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര ബോഡി പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ കുഞ്ഞിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവളെയും വിളിച്ചുകൊണ്ട് സാധാരണ എന്നും പോകാറുള്ള പോലെ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങി. അപ്പോൾ എന്നും നടക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ നടക്കാൻ ശ്രമിച്ചു. അങ്ങനെ രാത്രിയിലത്തെ ഫുഡായിട്ട് ഞാൻ വിചാരിച്ചു ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം രാത്രി നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് കിടന്നാലും പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ ഞാൻ വിചാരിച്ചു ഫ്രൂട്ട്സ് കഴിക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ രാത്രിയിലത്തെ ഫുഡ്. ഇതൊരു പ്രോപ്പർ വെയിറ്റ് ലോസ് ഒന്നുമല്ല, അങ്ങനെ ഞാൻ വാദിക്കുന്നില്ല. ഇത് എൻ്റേതായ രീതിയിലുള്ളൊരു വെയിറ്റ് ലോസാണ്. ഒരു പ്രാവശ്യം ചെയ്ത് എനിക്ക് വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റിയതാണ്. പിന്നെ എൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് പിന്നെയും കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് ഉപയോഗപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ഡേ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം കാണാം. ബൈ ഫ്രം അവർ സൈഡ്. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.